തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ CPM സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിൽ 3 പ്രധാന തിരുത്താണുള്ളത്. പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ വീഴ്ച ഏറ്റുപറഞ്ഞു. വെള്ളാപ്പള്ളിക്കെതിരെ പ്രസ്താവന നടത്തേണ്ടതായിരുന്നുവെന്നും കുറ്റസമ്മതം. നേതൃമാറ്റം വേണമെന്ന മുറവിളിയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നിട്ടുണ്ട്. TV പ്രസാദാണ് ചേരുന്ന വിശദാംശങ്ങളുമായി. TV പ്രസാദ്, കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ തന്നെ എങ്ങനെയൊക്കെ ആയിരിക്കും തിരുത്തലെന്ന കാര്യത്തിൽ ഒരു ഏറ്റുപറച്ചിലുള്ള അതിന്റെ ഒരു ധ്വനി ഉണ്ടായിരുന്നു. ഏതാണ്ട് ആ നിലയ്ക്ക് തന്നെയാണോ കാര്യങ്ങൾ? ഏതൊക്കെ ഘടകങ്ങളിലാണ് ഇപ്പോൾ തിരുത്തുള്ളത്? ഒപ്പം ജില്ലാ കമ്മിറ്റിയിൽ, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നേതൃമാറ്റം വേണമെന്ന വിമർശനം ആവശ്യം ഉയർന്നിട്ടുണ്ട്. പിണറായി വിജയനും MV ഗോവിന്ദനും ഒക്കെ വീണ്ടും വിമർശനവും ഉണ്ടല്ലേ? അതുതന്നെയാണ് വിനീത. നമുക്കറിയാവുന്നതുപോലെ CPIM വലിയ തോൽവി ഏറ്റുവാങ്ങിയതിനു ശേഷം വലിയ വിമർശനങ്ങളാണ് അവരുടെ സംഘടനാ കമ്മിറ്റികളിലെല്ലാം ഏറ്റുവാങ്ങിയത്. ഇങ്ങ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടങ്ങി സംസ്ഥാന കമ്മിറ്റി, ജില്ലാ സെക്രട്ടേറിയറ്റ്, ജില്ലാ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി എല്ലാം വലിയ വിമർശനങ്ങളായിരുന്നു. ആ വിമർശനങ്ങളെല്ലാം പ്രധാനമായും കേന്ദ്രീകരിച്ചത് MV ഗോവിന്ദനിലും പിണറായി വിജയനിലും ആയിരുന്നുവെങ്കിൽ പാർട്ടി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് ഏതെങ്കിലും ഒരാളിലേക്ക് കുറ്റം ചാരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ പാർട്ടി നേതൃത്വത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ട്, തോൽവി തിരിച്ചറിയാൻ പറ്റിയില്ല തുടങ്ങിയ കാര്യങ്ങൾ പറയുമ്പോഴും വിമർശനങ്ങൾ ഉയർന്നു വന്ന MV ഗോവിന്ദനെയും പിണറായി വിജയനെയും പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് ആണ് നടത്തിയത് എന്നുള്ളതാണ്. അതുതന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തത്. പക്ഷേ ചില കാര്യങ്ങൾ തിരുത്തൽ വരുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട കാര്യവും പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവും ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ ആദ്യം വേണ്ട എന്ന് തീരുമാനിച്ചെങ്കിലും പിന്നീട് അതിൽ തിരുത്തൽ വരുത്തിക്കൊണ്ടാണ് അത് റിപ്പോർട്ടായി അംഗീകരിക്കാൻ തയ്യാറായതും പിന്നീട് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് പറയുകയും ചെയ്ത്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് CPIMന്റെ ജില്ലാ കമ്മിറ്റി യോഗം നടക്കുകയാണ്. CPM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വലിയ വിമർശനങ്ങളാണ് ഇന്നലെയും ഉയർന്നു വന്നത് എന്നതാണ്. അതിൽ പ്രധാനമായും MV ഗോവിന്ദൻ മാറണം എന്നതടക്കമുള്ള വിഷയങ്ങൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്നു. അതിരൂക്ഷമായ വിമർശനങ്ങളാണ് തെരഞ്ഞെടുപ്പിന്റെ റിവ്യൂ റിപ്പോർട്ടിന്റെ ഭാഗമായി ഉള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ താഴേക്ക് മറ്റ് ഏരിയ ഘടകങ്ങൾ. പ്രസാദ്, ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പോൾ സ്വർണ്ണക്കൊള്ള കേസാണല്ലോ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയത്. അതിലും ഒടുവിൽ നടപടിക്ക് ഒരുങ്ങുകയാണ്. പത്തനംതിട്ടയിൽ യോഗം ചേർന്നുകൊണ്ട് 15-ാം തീയതി പത്മകുമാറിനെ പുറത്താക്കാനുള്ള നടപടിയിലേക്ക് കൂടി കടക്കുന്നു അല്ലേ? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടുത്ത പ്രതിസന്ധിയിലായിരുന്നു അന്ന് തന്നെ CPIM നേതൃത്വം. നമുക്കറിയാവുന്നതുപോലെ ആ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള 2019 നടക്കുന്ന സമയത്ത് അതിന്റെ മുന്നിൽ എല്ലാം നേതൃത്വത്തിലുണ്ടായിരുന്നത് അന്നത്തെ LDF സർക്കാർ നിയോഗിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡായിരുന്നു. ആദ്യം പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയായിരുന്നുവെങ്കിൽ പിന്നീട് N വാസുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയായിരുന്നു. 2019 സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് N വാസു ആയിരുന്നു ദേവസ്വം കമ്മീഷണർ എന്ന കാര്യവും നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ പത്മകുമാർ ജയിലിൽ പോകുന്ന സമയത്തും ജയിലിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്തുമെല്ലാം CPIMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. ആ സമയത്ത് പാർട്ടി എടുത്തിരുന്നില്ല എന്നുള്ളത് ഗുരുതര വിമർശനമായി ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പോലും നടപടിയെടുക്കാൻ തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിന്റെ റിവ്യൂവിൽ ആണ് പത്മകുമാറിനെ പുറത്താക്കാത്തത്, അല്ലെങ്കിൽ നടപടിയെടുത്ത് മാറ്റി നിർത്താത്തത് വലിയ തിരിച്ചടി ഉണ്ടായി എന്ന വിലയിരുത്തലിലേക്ക് എത്തുന്നത്. ഇനിയിപ്പോൾ തിങ്കളാഴ്ച പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നു. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാനാണ് സാധ്യത. കാരണം നേരത്തെ തന്നെ വിശദീകരണം ചോദിച്ചിരുന്നു. ആ വിശദീകരണം തൃപ്തികരമല്ല എന്നതിന്റെ അടിസ്ഥാനത്തിലും ശബരിമല സ്വർണ്ണക്കൊള്ളയുണ്ടാക്കിയ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലും പത്മകുമാറിനെതിരെ സംഘടനാ നടപടി ഉണ്ടായേക്കും. വിനീത, ശരി.